ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സമയം ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്റ്റൽ ഹണ്ടിങ്ങിന് കാലിക്കറ്റ് പോവുകയാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത്. നിലമ്പൂരായാലും കോഴിക്കോടായാലും ഒക്കെ നല്ല ഹെവി റെയിനാണ്. റോഡൊക്കെ പകുതി മുങ്ങി തന്നെ പറയാം. നല്ല ബെസ്റ്റ് ടൈമിലാണ് ഞാൻ ഓഫ്ലൈൻ പോകാൻ വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഏതായാലും പോകുന്ന വഴിക്ക് നമുക്ക് ലൊക്കേഷൻ കിട്ടിയത് ഈ ഒരു വഴി കൂടെ പോകാനാണ്. ഓൾറെഡി അവിടെ ഒരു വണ്ടി കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയും കൊണ്ട് പോകാൻ നമുക്ക് അതിലോട്ട് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവന്മാരെ പറഞ്ഞു വിട്ടു ആ വണ്ടീനെ രക്ഷിക്കാൻ. അത് കഴിഞ്ഞ് വണ്ടി ആ സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഫ്ലാറ്റ് കാണാൻ വേണ്ടി പോവാണ്. പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഫ്ലാറ്റ് വാസ് റിയലി ഗുഡ്. ഞാൻ വിചാരിച്ചു ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണല്ലോ, സൂപ്പറാണല്ലോ, അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇറ്റ് വാസ് ഓക്കെ. ബട്ട് ഡ്രസ്സൊക്കെ ഈ റൂമിൽ തന്നെ അലക്കിയിട്ടിട്ട് ഒരു ജാതി ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഈ ഡോർ തുറന്നു പറഞ്ഞേ. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ അഡ്മിഷൻ ഞാനിവിടെ ഇന്ന് എടുത്തിട്ട് പോയച്ച് വന്നാ. തിരിച്ചു വന്നപ്പോഴേക്കും ആ വണ്ടി അവരെങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അധിക സമയം ഞാൻ അവിടെ നിന്നും തിരിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ എന്തായാലും ഞാൻ സ്റ്റേ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി അലാൻസിൻ്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അലാൻസിൻ്റെ ഹോസ്റ്റൽ. സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് മറ്റേനൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ദിസ് ഇസ് 7. ലൈക്ക് നമുക്ക് റൂം നല്ല ക്ലീനാണ്, ആവശ്യമില്ലാത്ത സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല നല്ല ഡിസിപ്ലിനായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നു പോകുന്ന ഒരു ഹോസ്റ്റലാണിത്. നമ്മളവിടെ ചെന്ന് പറഞ്ഞാൽ ഒരു 10-15 പേജുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കാര്യമൊക്കെ നമ്മളെ കൊണ്ട് വായിപ്പിച്ച് മനസ്സിലായതിനു ശേഷം മാത്രമേ അവർ നമ്മൾ റൂമൊക്കെ കാണിച്ച് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് തോന്നുന്ന പോലെ വരാനും പോകാനൊന്നും പറ്റില്ല. കറക്റ്റ് 6 മണിക്ക് അല്ലെങ്കിൽ 6:15 നമ്മൾ ഹോസ്റ്റലിൽ കയറണം. അങ്ങനെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടും ഡിസിപ്ലിനുമായിട്ട് പോകുന്ന ഒരു ഹോസ്റ്റലാണ് അലാൻസിൻ്റെ. അപ്പോൾ നമ്മൾ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഇത്രയും റെസ്ട്രിക്ഷൻസ് പറ്റില്ല. ഞാനൊന്നും അല്ലെങ്കിൽ ഒരു P-level സ്റ്റുഡൻ്റ് അല്ലേ. നമുക്ക് രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജിമ്മിന് പോകാൻ പറ്റുക. കാരണം എൻ്റെ ഒരു റുട്ടീൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ബീച്ചിലൊന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. ആശരണം ദിനൊക്കെ കാണിക്കേ. ദിനൊക്കെ മെയിനാണ്. ദിനു എന്താ ഹോസ്റ്റൽ കണ്ടിട്ടുള്ള അഭിപ്രായം പറയൂ. പറയാനൊന്നുമില്ല, നല്ല ഹോസ്റ്റലല്ലേ. ഞാൻ നിന്ന് ഹോസ്റ്റലിൽ കണ്ടില്ല. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലെത്തി. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാനും കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ബീച്ച് വെച്ച് ഒരാളെയും കൂടി കിട്ടി. ഇവന് ഇന്റർ പാസ്സായതാണ് ലക്ഷ്യെന്ന്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. അപ്പോൾ തിരിച്ച് പോകാൻ ഇവരും കൂടി ഉണ്ടാവും. അങ്ങനെ കുറച്ച് റൈലിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് നല്ല അടിപൊളി ലോഡർ ഫ്രൈസും കിട്ടുന്നു പറഞ്ഞിട്ട് ETA ഇവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഷഹലൊക്കെ ഡെയിലി ഇവിടെ ഒന്ന് കഴിക്കുക എന്നാണ് അവൻ്റെ പറച്ചിലൊക്കെ കേട്ടാൽ. അപ്പോൾ ഏതായാലും കൂടുതൽ പേരും അവിടെ ഈ സംഭവം തന്നെ മേടിക്കുന്നത് ലോഡർ ഫ്രൈസ്. എല്ലാവരുടെ പ്ലേറ്റിലും അത് തന്നെ. 140 രൂപയ്ക്ക് ഭയങ്കര അടിപൊളി ക്വാണ്ടിറ്റി കിട്ടും. ലൈക്ക് നമുക്ക് മടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 2-3 പേരൊക്കെ വന്നാൽ ഒറ്റൊരെണ്ണം മേടിച്ചാൽ മതി. ഇവരെ കൊണ്ടൊന്നും തീർക്കാൻ കഴിയുന്നില്ല. അതിന്റെ ടീംസാണ്. വയറും നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു തുളുമ്പെന്ന് പറഞ്ഞ മുഖത്ത് കാണും. നിന്നോട് ഇറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ ലോഡർ പ്രൈസ് കഴിഞ്ഞ് ഹൈ ആയി നിൽക്കുന്ന ഒരാളാണ് നമ്മളെ. ഞാനും അജിനാനോ ഇത് ഞങ്ങൾ ഞങ്ങളതും തിന്നും, ഓന്റെ പാതിയും തിന്നും. എനിക്കാണെങ്കിൽ ആദ്യത്തെ 2 സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ ആകെ ചടച്ചു. കാരണം ഇത് അത്രയും സോസും ചീസും എല്ലാം കൂടി ആയിട്ട് നമുക്ക് ഭയങ്കര ഹെവിയാണ്. അവന്മാരാണെങ്കിൽ കൂളായിട്ട് തട്ടും. അപ്പോൾ ഏതായാലും വന്ന കാര്യം മാത്രം നടന്നില്ല. ഹോസ്റ്റലിൽ ഇനി നാളെ ഒന്നും കൂടി വരണം. അതിന് ഞാൻ വീട്ടുകാരെയും കൂട്ടിയായിരിക്കും വരിക. എന്നാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ Day 1 ഫ്ലോപ്പായി. നിങ്ങൾക്ക് ഇതിൻ്റെ Part 2 കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.